ശരീരം വിയർക്കാതെയായാൽ എന്ത് സംഭവിക്കും? അതുപോലെ നമ്മുടെ എല്ലാ എല്ലുകളും ഒന്നിച്ചൊടിഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും? ഒരാൾ കോട്ടുവായി ഇടുന്നത് കണ്ടാൽ നമ്മൾ എന്തുകൊണ്ടാണ് കോട്ടുവായി ഇടുന്നത്? ഇതുപോലെ ആർക്കും അറിയാൻ സാധ്യതയില്ലാത്ത കൗതുകകരമായ ചില വസ്തുതകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഫാക്ട് നമ്പർ 1, ശരീരം വിയർക്കാതിരുന്നാൽ. ചിലർ ചൂട് കൂടിയ കാലാവസ്ഥയുള്ളപ്പോൾ നന്നായി വിയർക്കുന്ന ആളുകളാണ്. ചിലർ ഒട്ടും തന്നെ വിയർപ്പുണ്ടാകില്ല. നന്നായി വിയർക്കുന്നവരുടെ അവസ്ഥ ദുസ്സഹനീയമാണ്. നന്നായി വിയർക്കുന്നത് അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. എന്നാൽ വിയർക്കാത്ത ആളുകൾക്ക് അത് വളരെ നല്ലൊരു കാര്യമായി തോന്നുകയും ചെയ്യും. എന്നാൽ അറിയുക, ഒട്ടും വിയർക്കാതിരിക്കുന്നത് ആരോഗ്യകരമായ ഒരു കാര്യമല്ല. ഈ വിയർക്കാതിരിക്കുന്ന അവസ്ഥ നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കിയേക്കാം. ഒട്ടും വിയർക്കാത്ത ഈ അവസ്ഥയെ ആനഹൈഡ്രോസിസ് എന്നാണ് പറയുന്നത്. വിയർക്കുക എന്നത് നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവ് നിയന്ത്രിച്ച് തണുപ്പിക്കാനുള്ള ഒരു പ്രക്രിയയാണ്. ആനഹൈഡ്രോസിസ് മൂലം നിങ്ങളുടെ സ്കിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. കൂടുതൽ മുഖക്കുരു ഉണ്ടാകുന്നത്, തൊലിയിൽ പാടുകൾ വരുന്നത്, ചുവന്ന് തുടിക്കുന്നത്, ഇതിനെല്ലാം പിന്നിൽ വിയർക്കാതിരിക്കുന്ന അവസ്ഥയാണ്. ശരീര ഊഷ്മാവ് കൂടുമ്പോൾ വിയർക്കാതിരുന്നാൽ ആ ചൂട് കുറയാതിരിക്കുകയും അതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷീണവും തളർച്ചയും ഒക്കെ തോന്നുകയും ചെയ്യും. അത് നിങ്ങളുടെ ആരോഗ്യത്തെ തന്നെ ദോഷമായി ബാധിക്കും. ഫാക്ട് നമ്പർ 2, കോട്ടുവായി ഇടുന്നത്. സാധാരണയായി കോട്ടുവായി ഇടുന്നത് ഉറക്കം വരുന്നതിൻ്റെയോ അല്ലെങ്കിൽ ബോറടിയുടെയോ ഒരു ലക്ഷണമായിട്ടാണ് കാണുന്നത്. പക്ഷെ പലപ്പോഴും മറ്റൊരു വ്യക്തി കോട്ടുവായി ഇടുന്നത് കണ്ടാൽ അപ്പോൾ നമുക്ക് ഉറക്കമോ ബോറടിയോ ഒന്നുമില്ലെങ്കിലും അറിയാതെ നമ്മളും കോട്ടുവായി ഇടും. ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇതുമൂലം തലച്ചോറിലെ താപനില ക്രമീകരിക്കുന്നു, രക്തത്തിൽ കൂടുതൽ ഓക്സിജൻ എത്തിച്ചേരുന്നു, നമ്മളെ ആക്റ്റീവ് ആക്കുന്നു, നമ്മുടെ ശ്വാസകോശത്തിൽ ലൂബ്രിക്കൻ്റ് നിലനിർത്തുന്നു. അതായത് വെറും 3-5 സെക്കൻഡ് കൊണ്ട് സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് ശരീരത്തിൽ ഇത്രയധികം ഗുണങ്ങൾ കിട്ടുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, കോട്ടുവായി ഇടുന്നത് അപ്പോൾ നല്ലതല്ലേ? ഫാക്ട് നമ്പർ 3, നഖം വളർത്തൽ. നിങ്ങൾക്ക് അവസാനമായി നഖം വെട്ടിയത് എന്നാണെന്ന് ഓർമ്മയുണ്ടോ? ഉണ്ടാവുമല്ലേ? എന്നാൽ ചിലർക്ക് നഖം വളർത്താൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. നഖം വെട്ടുന്നത് പൂർണ്ണമായി നിർത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും നമ്മുടെ നഖം വളരെ പതുക്കെയാണ് വളരുന്നത്. 3 മാസം കൊണ്ട് നഖത്തിന് 1 സെന്റിമീറ്റർ നീളമാണ് കൂടുന്നത്. എങ്കിൽ വർഷങ്ങളോളം നഖം വെട്ടാതിരുന്നാലോ? നഖം വളരുന്നതിനോടൊപ്പം തന്നെ ബാക്ടീരിയ, ഫംഗസ്, ഇൻഫെക്ഷൻ എന്നിവയെല്ലാം ഉണ്ടാകാൻ തുടങ്ങും. ഫാക്ട് നമ്പർ 4, കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാതെ ഇരുന്നാൽ. കുട്ടിക്കാലത്ത് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ചിന്തിച്ചിട്ടില്ലേ, കിടക്കയിൽ തന്നെ സുഖമായി കിടക്കാൻ കഴിഞ്ഞാൽ നന്നായേനെയെന്ന്? ആരും നമ്മളെ എഴുന്നേൽപ്പിക്കാൻ വരാതെ ആഹാരമെല്ലാം കഴിക്കുന്നത് ബെഡിൽ തന്നെ. ഇതൊക്കെ മിക്ക ആളുകളുടെയും സ്വപ്നമായിരിക്കും അല്ലേ? എന്നാൽ ഇത് അത്ര സുഖകരമൊന്നുമല്ല. കുറേ സമയം കിടക്കയിൽ തന്നെ കിടന്നാൽ നമ്മുടെ ഹൃദയമിടിപ്പ് ക്രമാതീതമായി കൂടും. അത് മിനിറ്റിൽ 150 തവണ വരെയാകും. കൂടാതെ ശരീരത്തിന്റെ രക്തയോട്ടം ക്രമേണ ഇല്ലാതെയാകും. പ്രത്യേകിച്ച് നട്ടെല്ല്, ഷോൾഡർ, ഇടുപ്പ് എന്നീ ഭാഗങ്ങളിലെ രക്തയോട്ടം ക്രമേണ നിൽക്കും. 2 മാസം ഇങ്ങനെ കിടന്നാൽ നിങ്ങളുടെ ശരീരം തീരെ ബലമില്ലാതെ ഒന്നിനും കൊള്ളാതെയാകും. കാരണം ബെഡിൽ കഴിയുന്ന ഓരോ ആഴ്ചയും നിങ്ങളുടെ ശരീരബലത്തിന്റെ 10% മുതൽ 15% വരെ നഷ്ടമാകും. കൂടാതെ തീരെ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് മസിൽസ് ഒക്കെ നഷ്ടമാകും. അതുപോലെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാനും തുടങ്ങും. അത് നിങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാകും. ഫാക്ട് നമ്പർ 5, ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടാൽ. എല്ലാവർക്കും പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. കുറേ സമയം ഹെഡ്ഫോൺ ചെവിയിൽ വെച്ച് ഒരുപാട് പാട്ട് കേൾക്കുന്നവരും ഉണ്ട്. അതുപോലെ ചില ആളുകൾ സ്പീക്കറിൽ വലിയ സൗണ്ടിൽ പാട്ട് വെച്ച് കേൾക്കും. ഒരുപാട് സമയം ഉച്ചത്തിൽ പാട്ട് കേട്ടാൽ അത് നമ്മുടെ ചെവിയെ സാരമായി തന്നെ ബാധിക്കും. നമ്മുടെ ഹിയർ ഡ്രമ്മിന് അഥവാ കർണപടം വളരെ നേർന്നൊരു ഭാഗമാണ്. അത് നമ്മുടെ ചെവിയുടെ മധ്യഭാഗത്തായാണ് ഉള്ളത്. ഉച്ചത്തിൽ പാട്ട് കേൾക്കുന്ന സമയത്ത് അത് നമ്മുടെ കേൾവിയെ നന്നായി ബാധിക്കും. ഒപ്പം പെട്ടെന്നുണ്ടാകുന്ന ഉച്ചത്തിലുള്ള ശബ്ദം കൊണ്ട് ഇയർ ഡ്രമ്മിന് തകരാറ് പറ്റും. പാട്ട് കേട്ടാൽ മാത്രമല്ല മറ്റു പലതും കൊണ്ട് നമ്മുടെ ഇയർ ഡ്രമ്മിന് പ്രശ്നമുണ്ടാകും. അതിലൊന്നാണ് ചെവി വൃത്തിയാക്കാനായി അല്ലെങ്കിൽ ചൊറിയാനൊക്കെയായി എന്തെങ്കിലുമൊക്കെ ഇട്ട് കുത്തുന്നത്. പെൻസില്, താക്കോല്, ഹെയർ പിൻ ഇങ്ങനെ കയ്യിൽ കിട്ടുന്നതെല്ലാം ചെവിയിലിടുന്ന ശീലം പലർക്കും ഉണ്ട്. ഇയർ ബഡ്സ് ഇടുന്നത് അത്ര സുഖകരമുള്ള കാര്യമല്ല. ഇതുമൂലം ഇയർ ഡ്രമ്മിന് പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് തന്നെ ചെവി സംരക്ഷിക്കാൻ ഈ ശീലങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഫാക്ട് നമ്പർ 6, തണുപ്പ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു തണുത്ത ഡ്രിങ്ക് കുടിച്ചപ്പോയോ അല്ലെങ്കിൽ ഐസ്ക്രീം തിന്നപ്പോയോ അതിൻ്റെ തണുപ്പ് നേരെ തലയിൽ കയറി ഒരു തരം തരിപ്പ് തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ തലച്ചോറ് തന്നെ തണുത്തുറഞ്ഞു പോയ ഒരനുഭവം ഇതൊരിക്കലെങ്കിലും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാകും. ഇതിനെയാണ് ബ്രെയിൻ ഫ്രീസ് എന്ന് പറയുന്നത്. ഇതിനെ ഐസ്ക്രീം ഹെഡേക്ക് എന്നും പറയാറുണ്ട്. ഇതുമൂലം നിങ്ങൾക്ക് തലവേദന അനുഭവപ്പെട്ടേക്കാം. എന്നാൽ ഈ തലവേദന 1 മിനിറ്റിനകത്ത് തന്നെ ഇല്ലാതെയാവും. ഫാക്ട് നമ്പർ 7, എല്ലാ എല്ലുകളും ഒന്നിച്ചൊടിഞ്ഞു പോയാൽ. ഒരു കാർ ആക്സിഡൻറ്റോ മറ്റോ പറ്റുന്ന ഒരാൾക്ക് ജീവനാപത്ത് ഒന്നുമില്ലാതെ പരിക്ക് പറ്റുമ്പോൾ അത് എക്സ്റേ എടുക്കുന്ന സമയത്ത് ശരീരത്തിലെ സകല എല്ലുകളും ഒടിഞ്ഞതായി കണ്ടു. നമ്മുടെ ശരീരത്തിൽ 206 എല്ലുകളാണുള്ളത്. അതിൽ ഏതെങ്കിലും ഒന്നൊടിഞ്ഞു പോയാൽ ഡോക്ടർ അത് അനായാസം ശരിയാക്കി പ്ലാസ്റ്റർ ഇട്ട് തരും. എന്നാൽ എല്ലാ എല്ലും ഒടിഞ്ഞു പോയാൽ ഗുരുതര പ്രശ്നം തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ സെൻസിറ്റീവായ എല്ലുകൾ, അതായത് താടിയെല്ല്, കോളർ ബോൺ എന്നിവയെല്ലാം ഒടിഞ്ഞു പോയാൽ അപകടകരമായ അവസ്ഥയിൽ നമ്മെ കൊണ്ടെത്തിക്കും. ഇനി
ഇനിയും ഇതുപോലെയുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ.